നമസ്തേ. ഇന്ന് ഞാൻ ഒരു റെസിപ്പി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചപ്പാത്തി. നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ റൊട്ടി, ഫുൽക്ക. നമ്മൾ കേരളത്തിൽ നമ്മൾ സാധാരണ ഇതിനെ പറയുന്നത് ചപ്പാത്തി. ഇപ്പം ഇതെന്താ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ കാണിക്കാൻ കാരണം വെച്ചാൽ, നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും നന്നായിട്ടൊക്കെ തിന്നാനുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ നല്ല ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങനെ കടിച്ചൊക്കെ തിന്ന ഭയങ്കര, അതേപോലെ അങ്ങനെ സോഫ്റ്റ് ചപ്പാത്തി എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ഞാൻ അതുകൊണ്ടാണ് ഇത് ഇടാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ മരുമോളെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിയാണ്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ചപ്പാത്തി എങ്ങനെയാണ് നന്നായിട്ട് ഉണ്ടാക്കുന്നത്, ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അവളെ കൊണ്ടാണ് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ തുടങ്ങുന്നത്. ഈ ചപ്പാത്തിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ എന്താ ആശീർവാദിൻ്റെ ആട്ടയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ബോംബെയിലൊക്കെ എന്ന് പറഞ്ഞാൽ MPCO ലോഗോ എന്നൊക്കെ പറഞ്ഞ ചില പർട്ടിക്കുലർ പേരുണ്ട്. നമ്മൾ മട്ടരി എന്നൊക്കെ പറയില്ലേ. അപ്പം ഈ ഗോതമ്പ് എന്ന് പറഞ്ഞു വളരെ എന്താ പറയുക, ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വാസനയാണ് അതുകൊണ്ട് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തിയുടെ ഗോതമ്പ് പൊടിയും ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ്സിനൊക്കെ അത് വരുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ എങ്ങനെയാണ് ഈ ചപ്പാത്തി കുഴയ്ക്കുന്നത്, അത് കഴിഞ്ഞ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് ഇപ്പം ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും ഇപ്പം ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതിന് ഒരു പാത്രം ഈ ഇതിൻ്റെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി അത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട്, ശരിക്കും പറഞ്ഞു ഞാൻ സാധാരണ ഇത് കുഴയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചാൽ നമ്മളെന്തെങ്കിലും കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തിരി കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇനി ചപ്പാത്തിയുടെ ആട്ട എങ്ങനെ കുഴയ്ക്കണേന്നുള്ളത് ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഒന്നിച്ച് വെള്ളം ഒഴിക്കാതെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ കുറേശ്ശെ ആട്ട ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുക്കുക. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ഈ ഗോതമ്പ് കുഴയ്ക്കുന്നതും അതിൻ്റെ അതും ഈ ചപ്പാത്തി സോഫ്റ്റ് ആകുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ആദ്യം കുഴച്ചിട്ട് പിന്നെ ഇനി അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ ഗോതമ്പ് പൊടി ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കണ്ട. ഇനിയാണ് കയ്യിൽ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് വെള്ളം തളിച്ചിട്ട് ഇനി ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ ഇതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക, അതിൻ്റെ ബലം കൊടുത്ത് അതിനെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ ആട്ട നല്ല സോഫ്റ്റും ആവും, ഒരു റബ്ബറി ടെക്സ്ചർ വരും. അതുവരെ നമുക്ക് ഗോതമ്പിൻ്റെ ഇതിപ്പോൾ അതിൻ്റെ അങ്ങനെ കുഴയ്ക്കുന്നത് കയ്യിൽ കണ്ടോ, കയ്യിൽ ഒട്ടും ഇങ്ങനെ ആട്ട പിടിക്കരുത്. നമ്മുടെ കൈ കംപ്ലീറ്റ് ക്ലീൻ ആവും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറേശ്ശെ നമുക്ക് അതും ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കയ്യിലാക്കിക്കൊണ്ട് ഇങ്ങനെ അതിനെ ആക്കി ഇതിൻ്റെ ടെക്സ്ചറേ മാറും ആട്ടയുടെ. ഇതാണ് ചപ്പാത്തിയുടെ ഒരു രഹസ്യം. എത്രയോ നന്നായിട്ട് അതിനെ കുഴയ്ക്കുന്നോ അതനുസരിച്ച് നമ്മളിത് നേരത്തെ കുഴച്ച് വെക്കേണ്ടയോ അല്ലെങ്കിൽ പാലിൽ കുഴയ്ക്കുകയോ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കത് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. കിരൺ, തും കിത്തന സാൽ മേ യേ സബ് സീഖാ? तुम्हारा कितना होगा? 10-11। अच्छा हाँ, ये आटा हो गया माँ। इसको अभी हम लोग ढक करके एटलीस्ट 10 से 15 मिनट ऐसा रख सकते. ഇതെന്ന് പറഞ്ഞില്ല, ഇപ്പോൾ നമുക്കിപ്പോൾ നല്ല ടെക്സ്ചറും നല്ല ചപ്പാത്തി ആണെങ്കിൽ ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ നമ്മൾ അടച്ചു. നമ്മൾക്കപ്പോൾ നേരത്തെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയും കഴിഞ്ഞു വച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഒന്നും കൂടി സോഫ്റ്റ് ആവും. അച്ഛാ, ഇപ്പം നമ്മുടെ ആട്ട ഒരു 10-15 മിനിറ്റോളമായി. ഇനിയിപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. हमें ये चाहिए सूखा आटा. ഇനിയിപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ കട്ടിയുള്ള ചട്ടി വയ്ക്കുകയാണ് സാധാരണ നല്ലത്. എന്ന് വെച്ചാൽ ഇതിനിപ്പോൾ തവ എന്ന് പറഞ്ഞാൽ ഹാൻഡിലുള്ളത് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഹാൻഡിലില്ല, അതുകൊണ്ടാണ്.
അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിനേലും കൂടുതൽ ഈ കട്ടിയുള്ള ചൂട് കട്ടിയുള്ള ഇതാണ് തവയാണ് നല്ലത്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഗോതമ്പ് നമുക്കൊരു 6 ചപ്പാത്തി ഇതേപോലുള്ള ഇങ്ങനെ ഇത്രം എടുക്കുക. ഇതൊരു 6 ചപ്പാത്തിക്കുള്ളിൽ ഇങ്ങനെ ഒരു ലെമണ്ണയിലും കുറച്ച് വലുതായിട്ടുള്ളൊരു എടുത്തിട്ട് ഇതേപോലെ കാണിക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ നോക്കുക എങ്ങനെയാണ് ഉണ്ടാക്കണേ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആട്ടയിൽ മുക്കുക. अगर वो एक बार में आपसे क्या था, नया आदमी होता है उससे एक बार में नहीं होगा, तब क्या करना है, थोड़ा हल्के हाथ से ना माँ, लाइट विथ लाइट हैंड जस्ट डू इट लाइक दैट. अभी मैं है तो कर सकती हूँ. वो जो रेगुलर बनाते हैं उन लोगों को अभी जैसे मैं बना रही हूँ, मेरे को उठाने की भी ज़रूरत नहीं है. ठीक है, आई कैन मेक अ ചപ്പാത്തി വിതൗട്ട്. ഇതേപോലെ വട്ടത്തിൽ നമ്മളൊക്കെ സാധാരണ ഉണ്ടാക്കുമ്പോൾ അത് ഓരോ തവണ ആട്ടയിൽ മുക്കാ പൊക്കിയെടുക്കുക. ഇതൊക്കെ പ്രാക്ടീസാണ്. इतना हो गया. और इसके बाद में ये तवा गर्म हो गया. इसके ऊपर हम लोग इसे डाल देंगे. കണ്ടോ ബബിൾ പോലെ കണ്ടോ അത് ആവുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഇതിപ്പോൾ നല്ല നല്ല ചൂട് കണ്ടോ, ഇങ്ങനെ ഒരു കൊമള പോലെ വന്നാണ്ടില്ലേ. ഇനി അതിനെ മറിച്ചിടാം. ഇതെല്ലാം ഫുൾ തീയിലാണ് ഇങ്ങനെ നോക്കണത്. അത് കരിഞ്ഞോ എന്നുള്ളത് അങ്ങനെ നോക്കുന്നത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കാം. ഒരു ഭാഗത്തുകൂടി നമ്മളിങ്ങനെ പരത്താം, ഒരു ഭാഗത്തുകൂടി. അതൊക്കെ ഒരാൾ തന്നെയാണ് പരത്തലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്പെർട്ടാണ്. ഇപ്പം അല്ല നിങ്ങൾക്കിപ്പോൾ ഇത്തിരി ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യം പരത്തി വച്ചിട്ട് ചുട്ടാലും മതി. എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. ഉണ്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മാറ്റി വെച്ചിട്ട് ഉണ്ടോ, ഇതിനാണ് നമ്മുടെ ഫുൽക്ക എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ട മോൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു കളറാണ്, കരിയരുത്. ഇതൊക്കെ ഈ നോർത്ത് ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവർ ശ്രദ്ധിക്കും. നല്ല കണ്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ തവ വയ്ക്കാം. പിന്നെ അതിലേക്ക് ഇതേപോലെ ഒരു 6 ചപ്പാത്തി ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ ചപ്പാത്തിയിൽ ഇപ്പം നമുക്ക് നെയ്യ് വേണ്ടാത്തവർക്ക് അല്ലാത്തവർക്ക് ഇതേപോലെ നെയ്യ് പുരട്ടാം. തവ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ അടുപ്പിലേക്ക് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് പൊങ്ങി വരും. എന്നിട്ട് നോക്കാം അടിഭാഗം ഇങ്ങനെ ഇടയ്ക്കൊക്കെ മറിച്ചിട്ട്. അതൊക്കെ ഈ പക്കട് ഉപയോഗിക്കണം കേട്ടോ, കൈ ഉപയോഗിക്കരുത്, കൈ പൊള്ളു. ഇത് ഭയങ്കര സ്റ്റീമാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ എപ്പോഴും പക്കട് ഉപയോഗിച്ചാൽ ചെയ്യാവും. ഇപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോന്നുമ്മ പുരട്ടണമെന്ന് ആവശ്യമില്ല. ഇപ്പോൾ ഒരെണ്ണത്തിലിങ്ങനെ നെയ്യ് പുരട്ടാം. എന്നിട്ട് അടുത്തത് വെച്ചത് ഇങ്ങനെ ഇങ്ങനെയും ചെയ്യാം. അപ്പം ഇതാണ് കണ്ടില്ലേ ഞങ്ങളുണ്ടാക്കിയ ചപ്പാത്തി കണ്ടില്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും നെയ്യൊക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ, നിങ്ങൾ നെയ്യ് ചേർക്കും. അതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ചപ്പാത്തി വീഡിയോ. വേറൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനി പിന്നീട് വരാം. ഓക്കെ, താങ്ക് യു.